പ്രൈസ് ദി ലോർഡ്. പരുത്തിപ്പാറ ഇമ്മാനുവേൽ മാർത്തോമ ചർച്ചിൽ നിന്ന് ഞങ്ങൾ 6 പേരടങ്ങുന്ന ഒരു ടീം ആന്ധ്രാപ്രദേശിലെ വെങ്കലംപള്ളി എന്ന ഗ്രാമത്തിലേക്ക് ഒരു മിഷൻ ടൂർ ആയിട്ട് കടന്നു പോവുകയുണ്ടായി. അവിടുത്തെ വില്ലേജിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മിക്കവാറും ഒക്കെ ഗവൺമെൻറ് വെച്ചു കൊടുത്ത വീടുകളും ഒക്കെയാണ്. നമുക്കൊരു പ്രത്യേകത എവിടെ കാണുന്നത് വെച്ചാൽ എല്ലാവരുടെയും ടോയ്ലറ്റ്സ് വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഞങ്ങൾ കുറേ വീടുകളൊക്കെ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ അതാണ് ഒരു പ്രത്യേകത. നമ്മുടെയൊക്കെ ഒന്നിൽ വീടിനുള്ളിൽ അല്ലേ വീടിൻ്റെ പുറകിലായിട്ടാണ് കാണുന്നത്. ഇത് ഏറ്റവും വീടിനോട് ചേർന്ന് ഫ്രണ്ടിൽ. പിന്നെ എല്ലാം ഒറ്റമുറി വീടുകളും ഒക്കെയാണ്. തീരെ പാവങ്ങളാണ്. അവിടെ ഒരു ചെറിയ മിഷൻ ഹൗസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഒരു ചെറിയ ഒരു മുറിയും അതിനോട് ചേർന്ന് വേറൊരു മുറി മാത്രമേ ഉള്ളൂ. ഇതിനോടനുബന്ധിച്ച് ടോയ്ലറ്റ് പോലും ഇല്ല. സോ അവിടെ നമ്മൾ ഈ കൊച്ചുകുട്ടികൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണല്ലോ, അവരെ ട്യൂഷൻ പഠിപ്പിക്കുകയും അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരെ സമൂഹത്തിൽ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുവന്ന് അവരുടെ ഉന്നമനത്തിനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള താല്പര്യത്തോടെയാണ് ഞങ്ങളുടെ ടീം അംഗങ്ങൾ അവിടെ എത്തിയത്. അവിടെ ഉള്ള സഹോദരന്മാരും ഒക്കെ ആയിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അവിടുത്തുകാരായിട്ടുള്ള സഹോദരങ്ങളുണ്ട്. അവിടെ ചില സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ സന്ദർശിച്ചു. ഞങ്ങളുടെ പള്ളിയിൽ ഒരുപാട് പേര് വെങ്കരപ്പള്ളിയിലെ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും ഇവിടെയുള്ള ഗ്രാമത്തിലെ ఆల్కారే ഓർത്ത് ప్రార్థిക്കുന്നవరాണ്. ప్రత్యేకంగా సార్ గారి యొక్క చర్చి దగ్గర ఉన్నటువంటి విశ్వాసులు, అక్కడ ఉన్నటువంటి మనుషులు మీకోసము, మీ తల్లిదండ్రుల కోసము, మీ పిల్లల కోసము ప్రార్థన చేస్తూ ఉంటున్నారు నిరంతరం కూడా. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് വലിയവരാക്കും. మిమ్మల్ని కూడా దేవుడు అనుగ్రహించి మిమ్మల్ని వృద్ధింపజేస్తాడు, అభివృద్ధి. ഒരു കൊച്ചു കുഞ്ഞിന്റെ കഥയാ പറഞ്ഞത്. బైబిల్లో ఒక చిన్న బాలుని పిల్లోని కథ మీకు చెప్తాను. ഒരിടത്ത് ഒരു ചർച്ചിലെ ഓഫീസർ ഉണ്ടായിരുന്നു. ആ ഓഫീസർക്ക് 12 വയസ്സുള്ള ഒരു മോൾ ഉണ്ടായിരുന്നു. ఈ 12 వయసున్న పిల్లోడికి జ్వరము, రోగము, ఏదో తెలియని రోగం వచ్చి మంచంలో పడిపోయినాడు. ఆ తల్లిదండ్రులు వాళ్ళకి ఉన్న అమ్మ నాన్న వాని బాగా కావాలని, మంచి స్వస్థత కావాలని చెప్పేసి ఏడ్చి ప్రార్థన చేస్తూ ఉంటున్నారు. അന്നേരമാണ് അവരറിയുന്നത് അവരുടെ ഗ്രാമത്തിൽ കൂടെ യേശു എന്ന് പറയുന്ന ഒരു നല്ല സ്നേഹിക്കുന്ന ആൾ വരുന്നുണ്ട്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന యేసు అప్పచన్ വരുന്നു എന്ന് അവർ അറിഞ്ഞു. అయితే ఈ పిల్లోని యొక్క తల్లిదండ్రులు విన్నారు, ఆ
ప్రదేశంలో ఆ యొక్క గ్రామంలో యేసు అనేటువంటి ఒక వ్యక్తి, ఒక దేవుడు, మనిషి యొక్క പ്രേമിച്ചേటువంటి ఒక దేవుడు వచ్చినాడు అనేటువంటి విషయాన్ని ఎవరు എന്ത് ചെയ്യുന്നറിയാമോ? നോക്കിയപ്പോ ഈ കുഞ്ഞ് ബോധമൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുക, വിളിച്ചിട്ടൊന്നും അറിയത്തില്ല. పిలిచినప్పుడు పలకడం లేదు, ఏం తెలియడం లేదు పిల్లోనికి. എന്നിട്ട് മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ട്, മരിച്ചുപോയ നിങ്ങളുടെ കുഞ്ഞ് ജീവിച്ചു, ആ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോയി നല്ല ആഹാരം കൊടുത്ത് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കാൻ പറഞ്ഞു. ఆ పిల్లోడు లేచిన వెంటనే ఆ తల్లిదండ్రుల దగ్గరికి పోయి, ఇదిగో నీ బాలుడు చనిపోయి లేచి ఉన్నాడు, ఇప్పుడు నీ బాలుని తీసుకొని మంచి యొక్క ఆహారం, మంచి యొక్క వస్త్రము, మంచి యొక్క భవిష్యత్తు, మంచి యొక్క అభివృద్ధిలోనికి మంచిదానికి నడిపించు అని చెప్పేసి Lord we have, what a mighty Lord we have, what a mighty Lord we have, what a mighty Lord we have. 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 കുട്ടികളുടെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് അച്ഛൻ്റെ ഉപദേശവും കഥയും പാട്ടും ഒക്കെ അതിനുശേഷം പ്രാർത്ഥനയോടും ആശീർവാദത്തോടും പിന്നെ കുട്ടികൾക്ക് സ്നാക്സും ഒക്കെ കൊടുത്തു. അതിനുശേഷം എല്ലാവരും പിരിഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തേക്കും അന്ന് രാത്രിയിൽ വിശ്രമിക്കാനായിട്ട് പോയി.